തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ തട്ടകത്തിലെ ആഡംബര വാഹനങ്ങൾ ഇനി ഓർമ്മയാകുന്നു. കരീന കപൂർ ഉപയോഗിച്ച പോർഷെയും ബുഗാട്ടി മോഡലിൽ മാറ്റിയെടുത്ത ബെൻസും അടക്കം കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങൾ ഇനി സ്ക്രാപ്പിംഗ് പോളിസി പ്രകാരം പൊളിച്ചു നീക്കും. വിവാദ തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന്റെ പക്കൽ നിന്നും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തതും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതുമായ ആഡംബര വാഹനങ്ങൾ പൊളിച്ചു നീക്കാൻ ഒരുങ്ങുന്നു. 2025 MSTC ഓൺലൈൻ ലേലത്തിലൂടെ റീജിയണൽ ഓറിയന്റ് എക്സിംകോ എന്ന കമ്പനിയുടെ പേരിൽ സ്വന്തമാക്കിയ വാഹനങ്ങളാണ് ഇപ്പോൾ പൊളിക്കാനായി ഒരുങ്ങുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MSTC ശേഖരിച്ച 900-600ഓളം വാഹനങ്ങളുടെ കൂട്ടത്തിലാണ് മോൺസൺ മാവുങ്കലിന്റെ ഈ വണ്ടികളും ഉണ്ടായിരുന്നത്. ലേലത്തിൽ ലഭിച്ച ഈ വാഹനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് പോളിസി അനുസരിച്ച് പൊളിച്ചു നീക്കാനാണ് ഒരുങ്ങുന്നത്. മട്ടുപ്പാവിൽ എന്റർപ്രൈസസ് ആണ് ഇടനിലക്കാർ. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെട്ട് ദീർഘകാലമായി പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്ന് നശിക്കുകയായിരുന്നു ഈ വാഹനങ്ങൾ. ഇത് പ്രദേശവാസികൾക്ക് പാമ്പ് ശല്യം ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഗവൺമെന്റിലേക്ക് കൃത്യമായി തുകയടച്ചാണ് ഈ ബിസിനസ് ഡീൽ ഉറപ്പിച്ചതെന്ന് മട്ടുപ്പാവിൽ എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ ഷാനു പറഞ്ഞു. നമ്മളിപ്പോൾ ഇത് MSTC മെറ്റൽ സ്ക്രാപ്പ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനമുണ്ട്, ഗവൺമെൻറ്റായിട്ട് കൊളാബിയിരിക്കുന്ന. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തുള്ള ഒരു ജോബിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം കേരളത്തിൽ തന്നെ 9600ഓളം വാഹനങ്ങൾ MSTC വഴി വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അങ്ങനെ ബാക്കി വന്ന വാഹനങ്ങളാണ് ഒന്ന് പോർഷെ, പിന്നെ ഒന്ന് ബെൻസ്, പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ബെൻസ് തന്നെ C ക്ലാസ്, പിന്നെ ഒരു ലാൻഡ് ക്രൂസറുണ്ട്, പിന്നെ ഒരു ക്യാരവനുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പ് മറ്റേ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ സുതാര്യതയും ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും ഗവൺമെൻറ് എന്തുവാണ് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ ഈ വാഹനങ്ങൾ സ്ക്രാപ്പിംഗ് പോളിസിയുടെ അടിസ്ഥാനത്തിലേക്ക് എടുക്കുന്നത്. നമ്മളിത് സ്ക്രാപ്പ് എങ്ങനെയാണ് അതിൻ്റെ രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നത്, ഗവൺമെൻറ്റിൻ്റെ എല്ലാ തസ്തികകളിലും അടിസ്ഥാനത്തിലും അതിൻ്റെ മാനദണ്ഡങ്ങളും അതിൻ്റെ എല്ലാവിധ സ്വകാര്യതകളും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കൈമാറുന്നത്. ബോളിവുഡ് താരം കരീന കപൂർ ഉപയോഗിച്ചിരുന്ന പോർഷെ കാർ, ബുഗാട്ടി മോഡൽ രൂപമാറ്റം വരുത്തിയ ഒരു പഴയ ബെൻസ്, മറ്റ് 2 S ക്ലാസ് ബെൻസ് കാറുകൾ ഉൾപ്പെടെ 6 ആഡംബര വാഹനങ്ങളും ഒരു കാരവാനുമാണ് കൂട്ടത്തിലുള്ളത്. ഇതിലെ ഓരോ വാഹനങ്ങളും 1 മുതൽ 2 കോടി രൂപ വരെ വിപണി വിലയുള്ളതാണ്. ഈ വാഹനങ്ങൾ ഇന്ത്യയിലെ ഒരു നഗരത്തിലും വീണ്ടും ഓടിക്കാൻ അനുമതിയില്ല. അതിനാൽ ഇവ പൂർണ്ണമായും പൊളിച്ചു മാറ്റാനാണ് ഒരുങ്ങുന്നത്. സ്ക്രാപ്പ് പോളിസി വഴി റീസൈക്ലിങ്ങിന് മാത്രമാകും ഉപയോഗിക്കുക.